അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയിൽ കൗതുകങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്ന ചില സന്ദർഭങ്ങളെ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? എന്ന് വെച്ചാൽ 10 വയസ്സൊക്കെ പ്രായമുള്ള ഒരു കുട്ടിയെ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്നു, ആ കുട്ടിയുടെ കൂടെ കുറച്ച് സമയം അധികം ചെലവഴിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടി വളർന്ന് ഒരു 18-19 വയസ്സായി കഴിയുമ്പോഴേക്ക് ഒരുപക്ഷെ മുടിയൊക്കെ വളർന്ന് താടിയൊക്കെ വെച്ച് വേറൊരു രൂപത്തിലേക്ക് മാറുമ്പോൾ നമ്മൾ ആദ്യം ഇടപഴകിയ അതേ കുട്ടിയെ ഇപ്പോൾ ഈ രൂപത്തിൽ കാണുമ്പോൾ നമ്മൾക്ക് ആദ്യമുണ്ടായ അതേ ഒരു വാത്സല്യവും എന്നാൽ ഒരു കൗതുകവും, പക്ഷേ 10-12 വയസ്സുള്ള സമയത്തുള്ള ആ ഒരു കുട്ടിത്വത്തിൻ്റെ ശബ്ദം മാറി ഒരു പൗരുഷമുള്ള ശബ്ദമൊക്കെയായി മാറുന്ന ആ ഒരു മാറ്റം, അതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ആദ്യമേ ഇടം പിടിച്ച ആ ഒരു ചെറിയ കുട്ടിയോടുള്ള വാത്സല്യവും ഒക്കെ നമുക്കുണ്ടാകാറുണ്ട്. ഇത് സ്വാഭാവികമായ ഒരു മാറ്റമാണ്. എന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ മാറാൻ ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് അക്യുപങ്ക്ചർ പഠനം. അതെ, അക്യുപങ്ക്ചർ പഠിക്കുന്നതിന് മുമ്പുള്ള ഒരു വ്യക്തിയും പഠനശേഷമുള്ള ഒരു വ്യക്തിയും വലിയ അന്തരമാണ്. അഥവാ അക്യുപങ്ക്ചർ പഠനത്തിന് മുമ്പ് ജീവിതത്തെപ്പറ്റിയും രോഗങ്ങളെപ്പറ്റിയുമുള്ള വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെയാണ് സാധാരണ മനുഷ്യന്മാർ വളരാറുള്ളത്. അങ്ങനെ എന്ത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും അലോപ്പതി മരുന്നുകളും അലോപ്പതി ചികിത്സയും ഒക്കെയാണ് ഏറ്റവും മികച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും അങ്ങനെയൊന്നുമില്ലാതെ, ഒരു അലോപ്പതി മരുന്നുമില്ലാതെ വളരെ ചെറിയ സ്പർശനത്തിലൂടെ, ഒരു നീഡിലിൻ്റെ ഉപയോഗത്തിലൂടെ രോഗങ്ങൾ സുഖപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു ശരീരമാണ് മനുഷ്യന് ഉള്ളത് എന്ന ഒരു ബോധ്യം വരുമ്പോൾ സ്വാഭാവികമായും ആദ്യമുള്ള അഭിപ്രായങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പുതിയൊരു അഭിപ്രായവുമായിട്ടാണ് മനുഷ്യനുണ്ടാവുക. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കൗതുകം, അഥവാ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി, ആ വ്യക്തിയോട് നമുക്ക് സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വ്യക്തിയിൽ അക്യുപങ്ക്ചർ പഠിക്കുന്നതിന് മുമ്പുണ്ടായിരുന്നുള്ള അഭിപ്രായങ്ങൾക്കുള്ള കാതലായ മാറ്റം അക്യുപങ്ക്ചർ പഠിച്ച ശേഷം വന്നപ്പോൾ അതിനെ സമീപിക്കുന്ന ആളുകളുടെ പ്രതികരണം നേരത്തെ പറഞ്ഞ പോലെ വാത്സല്യമോ കരുതലോ സ്നേഹമൊന്നുമല്ല, വലിയൊരു പ്രതികാരം തീർക്കുന്നത് പോലെ, ഒരു വിദ്വേഷം മനസ്സിൽ വെച്ച് പുലർത്തുന്ന പോലെ, അങ്ങനെ വിട്ട് ശരിയാവില്ല എന്നൊരു മനോഭാവത്തിലാണ് പലപ്പോഴും പെരുമാറുന്നത് കാണുന്നത്. ഒരിക്കലും ഇപ്പോൾ അഥവാ അക്യുപങ്ക്ചർ പഠിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അഭിപ്രായത്തിൽ നിന്നും അക്യുപങ്ക്ചർ പഠിച്ച ശേഷം വന്നിട്ടുള്ള ഈ മാറ്റം എന്തുകൊണ്ടുണ്ടായി എന്ന് നിരീക്ഷിക്കാനോ, ഇതിൽ വല്ല സത്യമുണ്ടോ എന്ന് അന്വേഷിക്കാനോ, ഇത് എനിക്കും എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്ന് ചോദിക്കാനോ മുതിരുന്നതിന് പകരം അതിനെ തർക്കിക്കുകയും അതിനോട് ഒരു വെല്ലുവിളി പോലെ, മനസ്സിലൊരു പ്രതികാരം പോലെ കൊണ്ടു നടക്കുകയും ഒരു വല്ലാത്തൊരു അമർഷഭാവത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന കാഴ്ച സാധാരണമായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വാസ്തവത്തിൽ നമ്മൾ ഇത്തരം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പല മേഖലയിലും കാണാം. മതപരമായ മേഖലയിൽ കാണാം, രാഷ്ട്രീയപരമായ മേഖലയിൽ കാണാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായ ഭിന്നതകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ അഭിപ്രായ ഭിന്നതകളൊക്കെ തന്നെ അഭിപ്രായ സമന്വയം പലപ്പോഴും പല കുടുംബത്തിലും സംഭവിക്കുകയില്ല. എങ്കിൽ പോലും അവർ സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കാറുണ്ട്, അവർ അന്യോന്യം പല രീതിയിലും സഹകരിക്കാറുണ്ട്. പക്ഷേ ഇത്തരം സഹകരണങ്ങളൊന്നും തന്നെ ഇല്ലാത്ത രൂപത്തിൽ ഒരു വല്ലാത്തൊരു കാർക്കശ്യ സ്വഭാവത്തിൽ പെരുമാറുന്ന കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത്. അത് മാത്രമല്ല, ഇവരിൽ പറയുന്ന പുതിയ അഭിപ്രായ ഭിന്നതകൾ, അഥവാ അക്യുപങ്ക്ചർ പഠിക്കുന്നതിന് മുമ്പേ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരുന്നുകൾ ഉപയോഗിച്ച് ജീവിച്ച വ്യക്തികൾ ഇപ്പം മരുന്നില്ലാതെ രോഗം സുഖപ്പെടും എന്ന് പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ അതിനോട് തർക്കിക്കുകയും അത് ഏതെങ്കിലും അർത്ഥത്തിൽ ആ തർക്കത്തിലൂടെ അയാളെ പരാജയപ്പെടുത്തണം എന്ന ഒരു വല്ലാത്തൊരു വാശിയോടെ പെരുമാറുകയൊക്കെ ചെയ്യുന്ന ആളുകൾ, അവരെല്ലാം മോശക്കാരെന്ന അഭിപ്രായം എനിക്കില്ല. അവരിൽ ധാരാളം പേർ സത്യസന്ധരാണ്, സമൂഹ നന്മയ്ക്ക് വേണ്ടി മറ്റു ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഒരുപക്ഷെ മനസ്സിൻ്റെ അകത്ത് വലിയ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ്. എങ്കിൽ പോലും ഇവർ ഈ അഭിപ്രായ ഭിന്നതകൾ, ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് അന്വേഷിക്കാൻ പലപ്പോഴും അവരുടെ പരിചയമുള്ള അലോപ്പതി ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ ആ അലോപ്പതി ഡോക്ടർമാരിൽ നിന്ന് കിട്ടുന്ന വളരെ രസകരവും അല്ലെങ്കിൽ പരിഹാസം കലർന്ന
പുച്ഛം കലർന്ന മറുപടികളും തന്നെയാണ് ഇവരെ വീണ്ടും ഈ നല്ല ബന്ധം തകരാറിലാക്കാൻ സഹായിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ വളരെ അപൂർവം ചില ആളുകളുണ്ട്. അവരെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അക്യുപഞ്ചർ പഠിക്കുന്നതിന് മുമ്പുള്ള അഭിപ്രായം അക്യുപഞ്ചർ പഠിച്ച ശേഷം മാറിയപ്പോൾ ആ അഭിപ്രായം, അതിലുണ്ടായ മാറ്റം, അതിനെന്താണ് കാരണമെന്ന് ആത്മാർത്ഥമായി അന്വേഷിക്കാറുണ്ട്. അങ്ങനെ ആത്മാർത്ഥമായി അന്വേഷിക്കുമ്പോൾ പലപ്പോഴും അതിൽ വസ്തുതയുണ്ട് എന്ന് കണ്ടെത്താറുണ്ട്. ആ വസ്തുതകളെ നമ്മൾ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യണമെന്ന മനോഭാവത്തോടു കൂടി ആ ഒരു സാഹചര്യം അങ്ങനെ അനുകൂലമായി മാറാറുമുണ്ട്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഭൂരിപക്ഷം ആളുകളും അവരെന്തെങ്കിലും കാര്യം മനസ്സിലാക്കി വെച്ചാൽ ആ മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾക്കെതിരെ ആരെന്ത് പറഞ്ഞാലും അതിനെ വിമർശിക്കുകയും അതിനോട് തർക്കിക്കുകയും ആ തർക്കിച്ച് തോൽപ്പിക്കാനുള്ള ഒരു വെമ്പൽ മനസ്സിൻ്റെ ഉള്ളിൽ ഉടലെടുക്കുകയും ഈ രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് പകരം പറയുന്ന കാര്യങ്ങൾ, അഥവാ മരുന്നില്ലാതെ രോഗം സുഖപ്പെടുമെന്ന് പറയുന്ന കാര്യം അതിൽ വല്ല വസ്തുതയുമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹം ഒട്ടേറെ പുരോഗതി പ്രാപിച്ചിരിക്കുന്നു. നമുക്കറിയാം, പഴയ കാലത്ത് കാളവണ്ടിയിൽ പോകുന്നത് പോലെയൊന്നല്ല മനുഷ്യനിപ്പോൾ ജീവിക്കുന്നത്, അല്ലെ? ഒരുപാട് പുരോഗതിയായി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തെ ആളുകൾക്കും നിമിഷ നേരങ്ങൾ കൊണ്ട് കാണാൻ സഹായിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യയൊക്കെ തന്നെ വികസിച്ച ഒരു കാലത്ത് നമ്മൾ പണ്ട് കാളവണ്ടിയിൽ പോയ ആ കാലവുമായി ഉപമിച്ചൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, പണ്ട് കാളവണ്ടി പോയ കാലത്തും നമ്മൾ കണ്ണുകൊണ്ട് തന്നെയാണ് കണ്ടത്, ചെവികൾ കൊണ്ട് തന്നെയാണ് കേട്ടത്, ഈ വായ കൊണ്ട് തന്നെയാണ് ആഹരിച്ചത് എന്ന് പറഞ്ഞ പോലെ ശരീരത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല. നാം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളിലോ ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളിലോ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നിരിക്കെ, ആ കാളവണ്ടി കാലത്ത് മനുഷ്യ ശരീരത്തിലുണ്ടായിരുന്ന ഏറ്റവും അത്ഭുതകരമായ ഒരു വസ്തുതയാണ്, ഏത് രോഗമുണ്ടായാലും ഒരു ചികിത്സ നൽകിയില്ലെങ്കിൽ പോലും അത് സുഖപ്പെടുന്നുണ്ട്. പക്ഷേ ആ കാലം ചികിത്സിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? രോഗി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ. വേദനകൾ, അസ്വസ്ഥതകൾ, ശ്വാസമുട്ടലുകൾ, ചർമ്മരോഗങ്ങൾ, മാസമുറ സംബന്ധമായ പ്രയാസങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങൾ മനുഷ്യർക്ക് അന്നും ഇന്നും ഉണ്ടാകാറുണ്ട്. ആ കാലത്ത് ആ അസ്വസ്ഥതകളെ മാത്രമേ ചികിത്സിച്ചിരുന്നുള്ളൂ. ഇന്ന് അസ്വസ്ഥതകളെ ചികിത്സിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് മറ്റെന്തെയോ ചികിത്സ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരു പ്രമേഹ രോഗി എന്ന് പറയുന്ന രോഗി, അല്ലെങ്കിൽ പ്രഷർ രോഗി എന്ന് പറയുന്ന രോഗി, തൈറോയ്ഡ് രോഗി, ഇങ്ങനെ ഒട്ടേറെ രോഗികളുണ്ട്. ഈ രോഗികൾ അസ്വസ്ഥതകളൊന്നുമില്ലെങ്കിലും ലാബ് ടെസ്റ്റൊക്കെ നോക്കിയിട്ട് ഷുഗറിൻ്റെ അളവ് കൂടി, പ്രഷറിൻ്റെ അളവ് കൂടി, അല്ലെങ്കിൽ അത് അങ്ങോട്ടായി അതിങ്ങോട്ടായി എന്ന് പറഞ്ഞ് അതിനെ ക്രമീകരിക്കാൻ ചികിത്സിക്കുന്നു. പലപ്പോഴും രോഗമൊന്നുമില്ലാത്ത അവസ്ഥയിൽ ചികിത്സ മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നതെങ്കിൽ, ഈ ചികിത്സക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ, അതിൻ്റെ പഠനങ്ങൾ നമ്മെ ഈ മരുന്നിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി അന്വേഷിക്കാനൊക്കെ ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥതകളെ മാത്രം ചികിത്സിച്ച് ആരോഗ്യത്തിൽ ജീവിക്കുക എന്ന കാഴ്ചപ്പാടിന് പകരം ഈ അളവുകോലുകളെയൊക്കെ ഒന്ന് ക്രമീകരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അതാണ് ശാസ്ത്രം നമ്മോട് തേടുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളൊക്കെ തന്നെ പലപ്പോഴും അപകടങ്ങൾ അകപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് പഴയ ആ രീതി എന്ന് വെച്ചാൽ, മനുഷ്യന് അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ആ അസ്വസ്ഥതകൾ മാത്രം ചികിത്സിക്കുക, അസ്വസ്ഥതകളില്ലെങ്കിൽ ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു രൂപത്തിലേക്ക് അക്യുപഞ്ചർ ചികിത്സ വളർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും അസ്വസ്ഥതകൾ ഇല്ലെങ്കിലും ശരി, ഈ ലാബ് റിപ്പോർട്ടുകളുള്ള അളവുകോലുകളെ ക്രമീകരിക്കണമെന്ന അഭിപ്രായവുമായി അങ്ങനെ മരുന്ന് കഴിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കാനുള്ള വിധിയല്ലാതെ മരുന്നിൽ നിന്നുള്ളൊരു മോചനം ഉണ്ടാവുന്നില്ല. പലപ്പോഴും ആദ്യത്തെ ഒരു 5-6 കൊല്ലമൊക്കെ മരുന്ന് കഴിക്കുന്നതിൽ വലിയ അഭിമാനമൊക്കെ തോന്നുമെങ്കിലും പിന്നീട് അങ്ങനെ മരുന്ന് കഴിച്ച് ഒട്ടേറെ പുതിയ അസ്വസ്ഥതകളിലേക്ക് കടന്നു ചെല്ലുകയും ആ പുതിയ അസ്വസ്ഥതകൾ കൂടുതൽ ഭയാനകരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം ഭയാനകരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മരുന്നുകളാണെന്ന് ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ പോലും മരുന്ന് ഒഴിവാക്കാൻ കഴിയാതെ മരുന്നിൻ്റെ അടിമകളായി ജീവിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ടെങ്കിൽ, അല്പം കാര്യബോധമുള്ള മനുഷ്യർ ഈ മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അന്വേഷിക്കുമ്പോൾ ഇതേ അക്യുപഞ്ചർ ചികിത്സയെ സമീപിക്കുകയും അക്യുപഞ്ചർ ചികിത്സയിലൂടെ മരുന്ന് ഒഴിവാക്കി പരിപൂർണമായ രോഗശമനം എന്ന് പറയുമ്പോൾ
അയാൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾക്ക് പരിപൂർണമായ ഒരു സ്വാസ്ഥ്യം നേടുന്നതിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ലാബ് ടെസ്റ്റിനെ മാത്രം നോക്കി സമാധാനിക്കുകയും സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് അസ്വസ്ഥതയല്ലാതെ മറ്റൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് ഞാൻ വീണ്ടും നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും രോഗചികിത്സയിൽ ഏറ്റവും സുരക്ഷിതമായ വഴി എന്താണെന്ന് ചോദിച്ചാൽ, രോഗത്തിൻ്റെ കാരണങ്ങളെ തേടി ലാബ് ടെസ്റ്റുകളെ പിറകെ പോയി അതിൻ്റെ അളവുകോലുകളെ ക്രമീകരിക്കാൻ ശ്രമിക്കുന്ന രീതി അതൊരു പരിപൂർണമായ രോഗശമനത്തിലല്ല കൊണ്ടെത്തിക്കുന്നത്, മറിച്ച് ഒരു നിത്യരോഗിയാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഒരു വ്യക്തിയെ കൊണ്ടെത്തിക്കുന്നത്. അവിടെ നിന്നും പരിപൂർണമായ രോഗശമനം ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഏതെങ്കിലും അർത്ഥത്തിൽ വേദനയോ അല്ലെങ്കിൽ അസ്വസ്ഥതയോ തരിപ്പോ കടച്ചലോ തലകറക്കമോ നെഞ്ഞിടിപ്പോ മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രയാസങ്ങളെ മാത്രം ചികിത്സിക്കാൻ അക്യുപങ്ക്ചർ വളരെ വിജയകരമായ ചികിത്സയാണെന്ന് മാത്രമല്ല, പാർശ്വഫലങ്ങളോ വലിയ സാമ്പത്തിക ചെലവോ വലിയ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ ഈ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ പരിഹരിക്കാം. പലപ്പോഴും ധാരാളം കാലം മരുന്നുകൾ കഴിച്ച് ഇനി മരുന്ന് കഴിച്ചാൽ ഒരിക്കലും രോഗം സുഖപ്പെടുകയില്ല എന്ന് ഡോക്ടർമാർ പോലും പറഞ്ഞ ശേഷമാണ് ആളുകൾ മരുന്ന് ഒഴിവാക്കുന്ന വഴി അന്വേഷിച്ച് വരുന്നത്. അപ്പോഴേക്ക് ഒട്ടേറെ ദൂരം അവർ യാത്ര ചെയ്ത് ഒട്ടേറെ കാലം മരുന്ന് കഴിച്ച് ഒരു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ വലിയ ഒരു ആരോഗ്യ പ്രശ്നമാക്കി മാറ്റിയിട്ടുണ്ടാകും. ഇങ്ങനെ ഒരു കാലതാമസം വരുത്തിയ ശേഷം പിന്നെ ആ രോഗം മാറാൻ ഒരുപാട് സമയമെടുക്കും എന്നുള്ളത് ഒരു പക്ഷേ നമ്മുടെ ആയുസ്സിൽ ഒരു വലിയ നഷ്ടത്തെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അക്യുപഞ്ചർ ചികിത്സ ശീലിക്കുക. അതിനെ വ്യക്തമായി മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങളോ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ വ്യക്തമായി മനസ്സിലാക്കിയെടുക്കാൻ അക്യുപഞ്ചർ പഠിക്കുക, അക്യുപഞ്ചറിനെ അടുത്തറിയുക. എന്നെപ്പോലെ ഒട്ടേറെ ആളുകൾ കേരളത്തിൽ ഒരു മരുന്നുമില്ലാതെ വളരെ സന്തോഷത്തോടെ അവനവൻ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രം ചികിത്സിച്ചുകൊണ്ട് പരിപൂർണമായ സ്വാസ്ഥ്യം നേടി ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ള സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഈ ഒരു സന്തോഷം അക്യുപഞ്ചർ പഠിച്ച എല്ലാവർക്കും അറിയാം. ആ സന്തോഷത്തോടു കൂടി മലയാളികൾ മുഴുവൻ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യമുള്ള മരുന്നുകളേതുമില്ലാത്ത സുരക്ഷിതമായ വലിയ അപകടങ്ങളൊന്നുമില്ലാത്ത ഒരു സ്വാസ്ഥ്യ ജീവിതം മുഴുവൻ മലയാളികൾക്കും ലഭിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ അറിവ് പ്രയോജനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.